എഴുന്നേറ്റില്ലേ ഏട്ടാ? ഞെട്ടല്ലേ, ഒന്ന് എഴുന്നേറ്റ് ഏട്ടാ. ഏട്ടാ കഷ്ടല്ലേ ഏട്ടാ, ഒന്ന് കടയിൽ പോയിട്ട് വേട്ടാ 2-3 സാധനങ്ങൾ വാങ്ങിക്കണം. 5 മിനിറ്റ് ഏട്ടാ ഒന്ന് കടയിൽ പോയിട്ട് വേട്ടാ. അലാറം വെച്ചിട്ട് ഞാൻ ആ കറക്റ്റ് ടൈമിന് എഴുന്നേക്കുമായിരുന്നല്ലോ. അലാറം ഒക്കെ അടിച്ചു തന്നിട്ട് ഞാൻ വന്ന് ഓഫ് ചെയ്തതാ. എഴുന്നേറ്റേ. ഞാൻ ഉറങ്ങിയില്ലല്ലോ ഏട്ടാ. അമ്മാനും അമ്മായും അമ്പലത്തിൽ പോയിരിക്കും, ഇപ്പൊ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? തങ്കത്തിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുമല്ലോ, എത്തി ഉറങ്ങട്ടെ. നമുക്ക് കഴിക്കണ്ടേ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല. എഴുന്നേറ്റ് എഴുന്നേറ്റ്. ഇന്നലെ ഞങ്ങള് രാത്രി മൊത്തം സംസാരിച്ചിട്ട് കേട്ടില്ല. ഏട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരായിരുന്നല്ലോ. ഏട്ടൻ എന്തെങ്കിലും ആരെങ്കിലും പിടിച്ചവിടെ ഇരുത്തിയ എഴുന്നേറ്റ് വാ. നിനക്ക് ഉറങ്ങണം. വാന്ന് വാ. 5 മിനിറ്റ് ഞാൻ ഒന്ന് റെഡി ആവട്ടെ. ഇത് എന്താ കടയിൽ പോകാൻ എന്തിനാ റെഡി ആവണത്? പിന്നെ വെളി ഇറങ്ങാൻ പല്ല് കഴിക്കണ്ടേ, ബാത്റൂമിൽ പോണ്ടേ? ഒന്നും കുഴപ്പമില്ല, ലിസ്റ്റ് തരാം, അതങ്ങ് കൊടുത്താൽ മതി. വാ തുറക്കണ്ട, അവിടെ പോയിട്ട് വാ. വന്ന് എഴുന്നേറ്റ്. വെള്ളം കോരി ഒഴിക്കും കേട്ടോ ഏട്ടാ. വാ വാ വാ. റെഡി ആയിക്കോളാം. ഇപ്പോ വാ. ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ടേ പോളൂ. വന്നേ. ഘോഷയാത്രയായിട്ടാണ് മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, സംസ്കാര സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ ഇദ്ദേഹത്തിന് മക്കൾ സമാധി ഒരുക്കിയിരുന്നു. അതേ സ്ഥലത്ത് സ്വാമികളുടെ പേര് പ്രകാശാനന്ദ സ്വരൂപാനന്ദ ആത്മചൈതാനന്ദ അമ്മ തിരുവടി കൈലാസേശ്വരൻ. നല്ല ശങ്കരസ്വാമി എന്ന് പറഞ്ഞ പേരിടാനുള്ളത്. ഞാൻ അവിടെ സംശയം വിളിക്കണേ. പണിയൊന്നുമില്ലല്ലേ, മൊബൈൽ നോക്കി ഇരിക്കാം. ഇത് മറ്റേ സമാധി ഞങ്ങളെ കൊടങ്ങാവളെ സമാധി ഹിമാചലിന്ന് കാർഗിലിന്ന് എവിടുന്നൊക്കെ സ്വാമിയാർ വന്നതറിയാവോ? പേര് കയറിയ വ്യവസായി അന്നൊരു സ്വാമിയുടെ പേര് വെക്കണം, നല്ല പച്ച മലയാളം പറയും. പ്രകാശാനന്ദ അമ്മ തിരുവടി സാധ പൊരൂര എന്തരൊക്കെ എന്ത് പേരുകള്. ഇനിപ്പെണ്ണേ പച്ചമ്മ ഇന്ന് ലീവാ. എന്താ പച്ചമ്മ ഇന്ന് ലീവാന്നെ? കടയിൽ പോയിട്ട് വരുമ്പോ നമുക്ക് സ്കൂട്ടർ എടുത്തോണ്ട് കൊടങ്ങാവളെ വരുന്ന് പോയാലോ? കൊടുങ്ങളല്ലേ എവിടെയായിട്ടത്? എന്തൊരു സംശയം വിളിക്കണേ. എവിടെയായിട്ട്? നമ്മുടെ പഴയ പൊളിച്ച LP സ്കൂളില്ലേ, കനാലിന്റെ അടുത്ത്, ആ സൈഡിലൂടെ അകത്തോട്ട് പോകണം. അവിടെ ഒരു കോളനി ഉണ്ട്, അതിന്റെ സൈഡിലായിട്ടാണിത്. കുറച്ചാളുകൊണ്ട് ആശ്രമം അവിടെ ഭയങ്കര പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ? നമുക്കൊന്നും ആവശ്യമല്ലോ ചേട്ടാ. എനിക്ക് ഈ രൂപത്തിൽ കണ്ടിട്ട് അത്ര പിടുത്തല്ലോ. പണ്ടത്തെ ഫോട്ടോ ആയിരുന്നെങ്കിലേ നമുക്കൊന്ന് പോയിട്ടേ ഈ ഹിമാചലിൽ നിന്ന് വന്ന് സ്വാമിയുടെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം മേടിച്ചാലോ? പെട്ടെന്ന് പൈസ ഉണ്ടാകുന്നുണ്ടെങ്കിലോ വല്ലതും ഉണ്ടെങ്കിലോ അറിയാൻ പറ്റത്തില്ല. ഏത് നിമിഷം പൈസ ഉണ്ടെങ്കിൽ പണിയെടുക്കണം. ആശ്രമത്തിലൊക്കെ കേറി സ്വാമിമാരെ ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും അല്ലേ? എന്തിനാ? നമസ്കാരം. റൊണാൾഡ് കൊടുങ്ങാവിളക്കാരൻ ഭാര്യയും കുട്ടികളെയും വീട്ടിൽ നിർത്തിയിട്ട് ബന്ധു വീട്ടിൽ താമസം. സുഖം, പണിക്കൊന്നും പോണ്ട. ലില്ലി മുത്തുരാമന്റെ മരുമകൾ, പോലീസുകാരന്റെ ഭാര്യ, 2 പെമ്മക്കൾ, നർത്തകി. ഇത് ഈ ജ്ഞാനദൃഷ്ടി കണ്ടു പറഞ്ഞാണോ അതോ ഞങ്ങളെ അങ്ങനെ പറയാ? സ്വാമി ആരാ? ഞാൻ മഹാബലേശ്വർ സ്വാമി ഭക്താനന്ദ തീർത്ഥപാദർ വിഷ്ണുവംശി. മാമ അത്ഭുത സിദ്ധിയുള്ളൊരു സ്വാമി. തെക്കുംതലക്കൽ ഗിരിരാജൻ. നീയ ബാബുലടാ തൊടിപ്പറമ്പിലെ? അത് മുമ്പ്. ഇപ്പോ മഹാബലേശ്വർ സ്വാമി ഭക്താനന്ദ തീർത്ഥപാദർ വിഷ്ണുവംശി. ആ പേര് പഠിക്കണമെങ്കിലേ ഒരു കൊല്ലെടുക്കും. ജിക്കിന്റെ പഴയ ബാബു തന്നെ. ഇങ്ങോട്ട് വേണം, കയറി വാ. ശരി, എന്റെ കൂട്ടുകാരനല്ലേ ഇപ്പൊ കാരണം വീട്ടിൽ നിന്ന് എത്ര തല്ലോട്ടുണ്ടെന്നറിയോ? ഈട് വന്നാതെ എന്ത് വേണ്ടത്? ഇരിക്കണ. എന്നാലും നിനക്കൊന്നൊരു മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ലേക്ക്. ഇതാണ് വൈകി വന്ന ഭാര്യ. അതെ അതെ അതെ. ആരാ ഏട്ടാ? ഇത്
ഞാൻ പറയാറില്ലേ എന്റെ കൂടെ പഠിച്ച ബാബു തൊടിപ്പറമ്പിലെ. ഓ സമയത്ത് കല്യാണം നടക്കാത്തോണ്ട് നാട് വിട്ടു പോയാ. അതെ 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 അവൻ തന്നെ. അതൊക്കെ ഒരു നിമിത്തം. യാത്ര ചെയ്ത് കാശിയിലെത്തി, ഗുരുക്കന്മാരെ കണ്ടു, ജീവിതം തിരിച്ചറിഞ്ഞു. ഓ ഇപ്പൊ പ്രയാഗയിലെ കുംഭമേളയിൽ നിൽക്കുമ്പോഴാണ് ഇവിടത്തെ സമാധിയുടെ കാര്യം അറിയുന്നത്. അപ്പോഴിങ്ങി പോന്നു. അവിടെ വന്നാണോ? അവിടെ വന്നതാണ്. ഓ അതുകൊണ്ട് കാണാൻ പറ്റിപ്പോ. എന്നാലും എൻ്റെ ഗിരിരാജ, ജീവിതം തിരിച്ചറിയേണ്ട പ്രായത്തിൽ നീ കുടുങ്ങിപ്പോയി. ഇനിയും ഒരു കല്യാണത്തിനുള്ള സാധ്യതയുണ്ട്. അയ്യോ അല്ലെങ്കിൽ സന്യാസം. കല്യാണത്തിന്റെ കാര്യം വിട്, അത് 2-3 കണ്ടത് മുടങ്ങിയതാണല്ലോ. അതാ എനിക്ക് തെറ്റില്ല. വിവാഹം നടന്നില്ലെങ്കിൽ സന്യാസത്തിനാണ് സാധ്യത കൂടുതൽ. ഇല്ലല്ലേ? ഒന്ന് വിളിച്ചിട്ടോ? ആ എടുക്കുന്നില്ല. ആ ശരി, എന്തായാലും വിവരം കിട്ടണമെങ്കിൽ എന്നെ അറിയിക്കണം. ഓ അമ്മാൻ്റെ ചീരത്തോട്ടിലെ പണിക്കാരനല്ലേ, അവനെ ടിപ്പൂനെ. അപ്പോൾ അവനും വിളിച്ചിട്ട് എടുക്കണില്ല. എന്താടാ എന്തായാലും വിവരം കിട്ടിയടായി. എന്താവാനാ, 12 മണിക്കുള്ള ഋഷികേശ് എക്സ്പ്രസിലാണ് പോണത്. അയ്യപ്പൻ നടുടെ അവിടെ ഈ സ്വാമി ഒഴികെ മറ്റു പരിവാരങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട്. സ്വാമി ഇല്ല, അമ്മാവനും ഇല്ല അവിടെ. ദൈവമേ, അല്ലെ നിങ്ങൾ എന്തിനാ അമ്മാവനായി സ്വാമിയുടെ കൂടെ വിട്ടത്? ഇത് നല്ല കൃതി. അമ്മാവൻ പോയതല്ലേ സ്വാമിയുടെ കൂടെ അമ്മേനെ കാണണമെന്നും പറഞ്ഞ്. ഇനിയിപ്പോ അമ്മയെ കൊണ്ട് പോവോ? ഇല്ലെന്ന് അമ്മേനെ ഞാനിപ്പോ വിളിച്ചു. അവർ രണ്ടുപേരും അവിടുന്ന് പോയി. അമ്മ വീട്ടിലുണ്ട്. എനിക്ക് വയ്യ. ഇങ്ങനെ വിളിച്ചപ്പോ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? കല്യാണ ജീവിതം വേണോ മോക്ഷം വേണോ എന്നൊക്കെ അയാൾ ചോദിച്ചെന്ന്. കാശിക്ക് എങ്ങാണ്ട് പോവാൻ വിളിച്ചെന്ന്. കല്യാണത്തിനേക്കാളും നല്ലത് മോക്ഷം തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എന്തായാലും ആ വന്ന സ്വാമിക്ക് നല്ല ദിവ്യദൃഷ്ടിയുണ്ട്. ഉണ്ട്. അമ്മാവനെ വളച്ചുകൊണ്ട് പോയത് എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ പറഞ്ഞത്? കറക്റ്റ് ആയിരുന്നു. എന്താന്ന് പറഞ്ഞു? ഈ സാമാന്യ ബുദ്ധിക്ക് അനുസരിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലാതെ അയാളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കേട്ടാ ഇല്ല, നിങ്ങൾ പറഞ്ഞു കേട്ടല്ലോ. ഞാൻ ഈ റൊണാൾഡോ അച്ചാച്ചനെ മുഖത്ത് നോക്കി പറഞ്ഞു, ഒരു പണിക്കും പോകത്തില്ലല്ലേ, ഫുഡടിയാണല്ലേ എപ്പോഴും. കറക്റ്റ് അല്ലേ? കണ്ട ആരെങ്കിലും അങ്ങനെ അല്ലാതെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നീ? അപ്പൊ എന്നോട് പറഞ്ഞതോ? എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞു എനിക്ക് 2 പെമ്മക്കളല്ലേ, അവർ രണ്ടുപേരും നന്നായിട്ട് പഠിക്കും, വിദേശത്ത് പോയി പഠിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതോ? ഇപ്പൊ ഏത് വീട്ടിൽ എല്ലാ വീട്ടിലും 2 കുട്ടികളുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ ആരെങ്കിലും നാട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? അതെ, കേരളത്തിൽ ആരും പഠിക്കാറുണ്ടോ? ഇന്ത്യയിൽ നിന്ന് പഠിക്കാറുണ്ട്. എല്ലാരും വിദേശത്ത് തന്നെ. അപ്പൊ മുത്തിന്റെ കാര്യോ? പുറത്ത് ഇവിടെ വീട്ടിൽ നിന്ന് മാറി പഠിക്കുവാന്ന്. ഇത്തരക്കാരൊക്കെ ഒരു വീട്ടിലേക്ക് വരുമ്പോ അവിടുത്തെ പരിസരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമാണ് നിങ്ങൾക്ക് വേണ്ടത്. മുന്നേ കനക നിന്നിക്കല്ലേ നീ. നിക്കല്ലേ? എനിക്ക് തോന്നണ എന്താന്നറിയാമോ? അമ്മാവനെ കാവിട്ടിട്ടുണ്ടാവുന്നാ തോന്നണ. അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മാവന് സന്യാസ യോഗം ഉണ്ടെന്ന്. എന്നിട്ട് ഇത്രയും നാളായിട്ട് ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ ഇതൊന്നും. ഇത് അറിഞ്ഞിട്ടാണ് അമ്മ നിങ്ങൾ കല്യാണം കഴിച്ചത്. സ്വന്തം ഇഷ്ടത്തിന് കെട്ടിയതല്ലേ. ഇപ്പൊ ആ സ്വാമി പറഞ്ഞു ക്ലീറ്റോ മഹാ ഊടായ്പാണെന്ന് പറഞ്ഞു. നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ നീയേ പറയുള്ളൂ, അല്ല വേറെ ഒരു മനുഷ്യനും പറയില്ല. എവിടെ നോക്കിയാലും ക്ലീറ്റോ അങ്ങനെയല്ലേ. അവൻ ഞാൻ ഇല്ലാതെ പോയ തൊടിയിലെ ബാബുവിന് നിങ്ങൾക്ക് ആർക്കറിയാടേ? എനിക്കറിയാടേ. പണ്ട് എനിക്കറിയാം, അമ്മ ചെറുതിലെ എനിക്കറിയാം. ഈ ഉത്സവ പറമ്പിൽ മറ്റേ ചീട്ടുകളി, കട്ടമ്പടങ്ങളി, മറ്റേ കലക്കി കുത്ത്, മലകത്തി കുത്ത്, ഇതിന്റെ ഒക്കെ ആളാണ് അവൻ. അയ്യോ ഇപ്പൊ ഇപ്പൊ അല്ല, പണ്ട് അങ്ങനെ ഉള്ളിലുള്ള എന്തായാലും എന്റെ ജീവിതം നശിച്ചു. വിഷമിക്കല്ലേ? അമ്മായി ഞാനൊരു കാര്യം പറയട്ടെ, വിഷമിക്കൊന്നും ചെയ്യണ്ട. പോണെങ്കിൽ പോയിട്ട് ഏതറ്റം വരെ പോകും നമുക്ക് നോക്കാം. ഇതൊക്കെ പോയിട്ട് ഇനി വരും. എവിടെ പോവാ ഈ അമ്മാവനൊക്കെ? പോയ പിന്നെ തിരിച്ചു വരൂല്ല. ഈ അമ്മാവ് നോക്കിയാ കൃഷിയും കാര്യങ്ങളുടെ ഓർമ്മ ഓടിങ് വന്നോളൂ തിരിച്ച്. മാത്രമല്ല ഈ പറഞ്ഞ മാതിരി നല്ല ഭക്ഷണം കിട്ടാതെയൊക്കെ വരുമ്പോ ഇനി വരും. അമ്മായി ഉണ്ടാക്കി കൊടുക്കണ കഴിക്കാൻ വലിയ ദിവ്യന്മാർക്ക് പറ്റുന്ന കാര്യമാണ്. ഗിരിരാജാനന്ദ സ്വാമികൾ. ദൈവമേ, ചേച്ചി പറഞ്ഞ സത്യമായിട്ടാ. എന്ത് വേണമ്മ? അമ്മാവ
സാരമില്ല അമ്മായി, ഇങ്ങനെയൊക്കെ ജീവിതം. ചേട്ടാ എന്താ ഒറ്റയ്ക്കിരുന്ന് പൊറുക്കുന്നേ? ആ ബാബുവിനെ കണ്ടതും അല്ല ആ സ്വാമീനെ കണ്ടതു മുതൽ മനസ്സിനൊരു സമാധാനം, ഒരു സന്തോഷം. ഏത് നിമിഷവും സ്വാമിയോടൊപ്പം നടക്കണമെന്നൊരു തോന്നൽ. സ്വാമിയെ അപ്പൊ എന്നോട് കൂടെ ഇരിക്കുന്നതാണോ ചേട്ടന്റെ സമാധാനക്കേട്? ഞാൻ പോയാൽ നിന്നെ ആര് നോക്കുമെന്നാണ് എൻ്റെ വിഷമം. കനകനും തങ്കമൊക്കെ നോക്കും, പക്ഷേ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവർ നോക്കുന്ന പോലെ ആവില്ലല്ലോ. ഈശ്വര, ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എവിടെ പോകുന്ന കാര്യമാ? എല്ലാം ഭഗവാൻ തീരുമാനിക്കും. ഞാൻ തീർത്ഥാടനത്തിന് പോയി എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് ദിവ്യശക്തിയോടെ തിരിച്ചു വന്നാൽ ചിലപ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാവും. അന്ന് ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാവും. ചേട്ടൻ കിടന്നേ, തീർത്ഥാടനത്തിന് നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോവാം. പാലിരിപ്പുണ്ടോ? ഫ്രിഡ്ജിലുണ്ടാവും, നാളത്തെ ചായക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഗ്ലാസ് പാല് വേണം. അതെന്താ, അതൊരു പുതിയ ശീലമാണല്ലോ. ആവശ്യമുണ്ട്. ഓ കനക, ഡാ കനക, ഓ ഒന്ന് കതവ് തുറക്കടാ. എന്താ ഒന്ന് തുറക്ക്. എടാ അമ്മാവനെ കാണുന്നില്ല. എന്താ കാണുന്നില്ലെന്നാ? ഇല്ലടി, ദേഹം കഴുകി വന്ന് കിടന്നതാ. ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ നോക്കിയപ്പോ അങ്ങേരെ കാണുന്നില്ല. ഇതെവിടെ പോയി? അറിഞ്ഞുകൂടാടാ. അമ്മായി എല്ലായിടത്തും നോക്കിയാ? എല്ലായിടവും നോക്കി. രാത്രി മുഴുവൻ അങ്ങേരെ പറ്റി പറയുമായിരുന്നു. മറ്റേ വന്നില്ലേ ഒരു സന്യാസി? ഞാൻ ഇനി തിരിച്ച് വന്നില്ലെങ്കിലോ നീയും കൂടെ വാ, കൊച്ചുങ്ങളുണ്ടായിരുന്നേ നിന്നെ നോക്കിയേനേന്നൊക്കെ പറഞ്ഞു. അമ്മായി എല്ലായിടത്തും നോക്കിയാ? ഞാൻ ഇവിടൊക്കെ നോക്കി. എരണക്കേടിന് ഓരോരുത്തന്മാര് വന്ന് കേറിക്കോളും. നീ ഒന്ന് നോക്കടാ. അവിടെയൊക്കെ നമുക്ക് നോക്കാം, വാ. എന്തോ പറയാനാന്ന്. വിഷമിക്കണ്ട, നമുക്ക് നോക്കാമല്ലോ. അറിയാതെ അമ്മായി, ഫുള്ള് ചെക്ക് ചെയ്യായിരുന്നോ? നോക്കാം അമ്മാവനോട് പോയി. അതല്ലേ ഞാൻ വിളിക്കുന്നുണ്ട്. അമ്മായി ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോവില്ല. പിന്നെ അല്ലാതെ വല്ല കൂട്ടുകാരുടെ അടുത്തും പോയിരിപ്പുണ്ടാവും. ആരോടും പറയാതെ കൊച്ചെ. ഞാൻ പാർട്ടിയിലെ പിള്ളേരെയൊക്കെ വിളിച്ച് പറഞ്ഞു തപ്പാൻ. പാതിരാത്രി എവിടെ പോയി നോക്കാൻ? ആ ചീരത്തോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കാൻ പറയായിരുന്നില്ലേ? ചീരത്തോട്ടിലെ പണിക്കാരനെ വിളിച്ചല്ലേ? എന്തായിടേ? ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പോയി. സ്വാമിയോടെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ലിസ്റ്റിൽ അമ്മാവന്റെ പേരില്ല. കള്ളവണ്ടി വല്ലതും പിടിച്ചായിരിക്കും. എടാ ഈ പോണെങ്കിൽ ഒരുമിച്ചല്ലേ പോള്. ആ ബാബുസ്വാമിയൊക്കെ പോയിട്ടുണ്ട്. ഇനി വല്ല ബസ്സിലും കയറി പോയോ? അങ്ങനെ പോകില്ലടി, പോണെങ്കിൽ ഒരുമിച്ചല്ലേ പോള്. പുള്ളിയുടെ കൂടെ അല്ല പിന്നെ അവിടെ പോവാ. ദാ വരുന്നു. എന്താ ചെയ്യണേ? സ്റ്റേഷനിലൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കണ്ടേടാ? അല്ല അത് പിന്നെ നോക്കട്ടെ, എന്താണെന്നുള്ളത് നോക്കട്ടെ. ആ സാർ, ആ കനകന, ആ അല്ല എന്തെങ്കിലും എന്റെ ദൈവമേ. അല്ല റെയിൽവേ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? അവിടെ വിളിച്ചിട്ട് ആ ഇല്ലില്ല, ലിസ്റ്റിലില്ലെന്നാ പറയുന്നത്. ആ സാർ പറ്റുമെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് നമ്മുടെ ആരെങ്കിലും ഒന്ന് വിട്ടിട്ടെ. ഞാൻ വേണേ അങ്ങോട്ട് വരാം. സാർ ഒരു മിനിറ്റ്. അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ടോ പറമ്പില്? വെട്ടം കാണും. വാ നോക്കാം. ഒരു ടോർച്ച് വേണം. നോക്കിട്ട് വരാം. കുറച്ച് മതി. അടുത്തേക്ക് വരരുത്. ഞാൻ നിങ്ങളുടെ അമ്മാവനല്ല, ഞാൻ ഗിരിരാജസ്വാമികളാണ്. എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ. അമ്മാവ കയറി വന്ന് ഈ തണുപ്പത്ത് ഇവിടെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വീടിനകത്ത് കിടന്ന് ഉറങ്ങാം നമുക്ക്. വാ. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കണം. നാളെ രാവിലെ നിങ്ങൾ വന്ന് നോക്കുമ്പോൾ
ഞാൻ സമാധിയായി കഴിഞ്ഞാൽ ഇവിടെ ആശ്രമം പണിത് എന്നും 3 നേരം പൂജ നടത്തണം. പൊയ്ക്കൊള്ളൂ. എന്തുവാണ് അമ്മാവ? അമ്മയെ കരയുന്ന കേട്ടില്ലേ? അമ്മാവ അകത്തേക്ക് വരൂ. വെറുതെ ഇങ്ങനെ. അതെ ഗിരിരാജ സ്വാമി, മക്കളെ, നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കൂ. ഓരോരുത്തരുടെ ജീവിതത്തിനും ഒരു സാഫല്യമുണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഞാൻ ഭഗവാനിൽ അലിഞ്ഞു ചേരാൻ നിശ്ചയിക്കപ്പെട്ടവനാണ്. അമ്മാവ തമാശ കളിയാതെ കേറി വന്നേ. കേറി വന്നേ. അത് അമ്മയെ അമ്മേനെ കുറിച്ച് വിളിക്കും ആലോചിച്ചോ? കേട്ടോ ഞങ്ങള്. അമ്മായി കിടന്ന് കരയണ കണ്ടില്ലേ അമ്മാവ? അമ്മ കുഴി നലിച്ചു വന്നു ഇങ്ങോട്ട്. എനിക്ക് അമ്മയില്ല, അച്ഛനില്ല, കൂടപ്പിറപ്പുകളില്ല, മക്കളില്ല. ഞാൻ ഏകനാണ്. ഞാനിതാ ദൈവത്തിങ്കൽ അലിഞ്ഞു ചേരാൻ പോകുന്നു. അതെ, ഇത്രയും നാൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അമ്മാവ ഞങ്ങൾ പറയണ കേക്ക്. ഓരോരുത്തരുടെ ജീവിതത്തിനും ഒരു അന്ത്യമുണ്ട്. എൻ്റെ അവസാനം ഇങ്ങനെയാണ്. ശല്യപ്പെടുത്താതെ എല്ലാവരും പോകും. കുടുംബത്തിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കും. ചേട്ടൻ വാ ഇങ്ങോട്ട് എണീറ്റ്. അമ്മാവ ഞാനിപ്പോ അങ്ങോട്ട് പിടിച്ചെടുപ്പിക്കേ. അമ്മാവ അവസാനമായിട്ട് വിളിക്കരുത്. വരണമെങ്കിൽ വാ അമ്മാവ. ഇവിടെ ഒറ്റയ്ക്ക് പോവാനോ? പിന്നെ വിളിച്ചാ വരണ്ടേ? അമ്മാവ അതെ അവസാനമായിട്ട് വിളിക്കണം. ഒന്ന് എണ്ണീറ്റ് വരണേ. വാ. പിന്നെ വേണ്ടേ, വാ പോവാ. അല്ല പറഞ്ഞ മനസ്സിലാവണ്ടേ? വാ അമ്മാവ. ഞങ്ങൾ പോവേണം. വാ വാടേ പിള്ളേരെ വാ. അമ്മായി വാ. പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ ഇപ്പം എന്ത് ചെയ്യും? വിളിച്ചു അമ്മായി വിളിക്കും. വിഷമിക്കണമെന്നോ വരാൻ പറയും. വാ വരും, കുറച്ച് കഴിയുമ്പോ വരും. അല്ല നമുക്ക് വാതിലെടുത്ത് കിടക്കാം. അല്ല ഇത് ഓരോ ഭ്രാന്തുകൾ കാണിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഏത് സമയത്താന്തോ ആ വായി നോക്കി ഇവിടെ ഒന്ന് ചാടിയത്. എന്താണ് അവന്റെ പേര്? ഒടിപ്പറമ്പി ബാബു. അവനെന്റെ കൈ കിട്ടിയോണ്ടല്ലോ. ഒന്നുമില്ല, ഉണ്ടായിരിക്കും. അമ്മായി വിഷമിക്കണ്ടെന്നേ. ഞാൻ ഒരു കാര്യം പറയാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ പോയി വിളിക്കും. വന്നില്ലെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അമ്മായി അങ്ങനെയൊന്നുമല്ല. അമ്മായി ഒന്നുമില്ല. നമ്മൾ ഇന്ന് ഉറങ്ങുന്നില്ല. നമുക്ക് ഇന്നിവിടെ ഇരിക്കാന്നേ. ഇടയ്ക്ക് പോയി വന്നിരിക്കാം. ഇരുന്നിട്ട് എന്താ കാര്യം? അമ്മേനെ കൊണ്ടൊന്ന് വിളിക്കും. ഇനി അമ്മയുടെ ഉറക്കം കൊടുക്കാം. അമ്മയുടെ സമാധാനം കളയാൻ നമ്മളോ ഉറങ്ങുന്നില്ല. ആ പിന്നല്ലാതെ. അയ്യോ അയ്യോ എന്ത് പണിയാണ് കാട്ടി? നിങ്ങൾ എന്തിനാണ് എന്നെ അവിടെ ഒറ്റയ്ക്കിട്ട് വന്ന്? ഞങ്ങൾ എത്ര പ്രാവശ്യം പിടിച്ച അമ്മാവനെ? എന്താ അമ്മ? ഞാൻ അവിടെ ഇരിക്കുമ്പോ ഒരു പാമ്പ കുഴിയിലേക്ക് വന്ന് ചാടിയടാ. കൊത്താഞ്ഞത് ബാക്കിയാവോ? അയ്യോ. അപ്പൊ സമാധി എന്തായി? സമാധാനത്തിനൊന്നും സമാധിയാവാനും സമ്മതിച്ചില്ല പാമ്പ്. അമ്മാവാ ഈ അദ്വൈതം കേട്ടിട്ടുണ്ടോ? രണ്ടല്ല ഒന്നാണെന്നൊരു ചിന്ത, ആത്മീയമായ ഒരു ഉണർവ്, ഒരു മോക്ഷപ്രാപ്തി. അത് കിട്ടണമെങ്കിലേ സർവസംഘ പരിത്യാഗിയായിരിക്കണം. അതിന് പറ്റുമോ? അങ്ങനൊരു പേടി ഉണ്ടാവൂല. എല്ലാം മറന്നിരിക്കുന്നതിന്റെ പേടി പാമ്പന് കിടന്ന് ഓടുന്നത്. വന്ന സ്വാമി പറഞ്ഞില്ലേ, ഒന്നല്ലെങ്കിൽ ഇനി ഒരു കല്യാണം കൂടി കഴിക്കും, അല്ലെങ്കിൽ സന്യാസം. കല്യാണം കഴിക്കണൊക്കെ നല്ലത് സന്യാസല്ലേ? കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്നെങ്കിൽ പാമ്പ് സമാധിയാക്കിയാണ്. പാമ്പിനെ പേടിയുള്ള സാധനം. അമ്മായിക്ക് സമാധിയായില്ല. അല്ല സമാധാനമായില്ല. ആ സമാധിയാവെന്ന് പറഞ്ഞ നിസ്സാര പണിയല്ല കേട്ടോ. നമ്മളെ സമാധാനം കെടുത്തി.